LDFിൽ നിന്നും UDFിൽ നിന്നും ധാരാളം ആളുകൾ BJPയിലേക്ക് ഒഴുകുകയാണ്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് ശങ്കരൻ BJPയിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലേക്ക്. കോൺഗ്രസ് പാർട്ടി കേവലം കുറച്ച് നേതാക്കളിൽ മാത്രം ഒതുങ്ങുകയാണ് തീരുമാനങ്ങൾ. ഒരു പാർട്ടി തീരുമാനമായിട്ട് എടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുന്നില്ല. അപ്പോൾ മറിച്ച് BJP ആണെങ്കിൽ നാഷണൽ ലെവലിൽ ഇപ്പോൾ മോഡിജിയുടെ നേതൃത്വം രാജ്യമാകെ ശ്രദ്ധിക്കപ്പെടുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ ഒരു സമഗ്രമായ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴത്തെ ഇലക്ഷൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോഴത്തെ ഇലക്ഷൻ കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാവും. കാരണം കേരളത്തിലെ രണ്ട് മുന്നണികളും ജനങ്ങൾ പരീക്ഷിച്ച് മടുത്ത മുന്നണികളാണ്. ഇവിടെ വികസന മുരടിപ്പുണ്ട്, അതായത് ഒരു വളർച്ച ഉണ്ടാകുന്നില്ല. ഒരു ന്യൂ ജനറേഷന് ഇവിടെ പ്രതീക്ഷയില്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെ BJP വന്നു കഴിഞ്ഞാൽ കേരളത്തിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവും. വികസന കാര്യത്തിലൊരു പുത്തൻ കാഴ്ചപ്പാട് BJP മുൻപോട്ട് വയ്ക്കുന്നുണ്ട്. എത്ര സീറ്റ് വരെ കിട്ടുമെന്നാണ് സാറിൻ്റെ ഒരു വിശ്വാസം? എത്ര സീറ്റ് എന്ന് ഞാൻ ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്നില്ല. എന്തായാലും നല്ല ഒരു റിസൾട്ട് ആയിരിക്കും. NDA മുന്നണി ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് NDA മുന്നണി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പുതിയ വോട്ടേഴ്സിനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ സാറിന്? പുതിയതായിട്ട് വരുന്ന പുതിയ വോട്ടർമാരോട് പറയേണ്ടത്, കാരണം നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല അവിടെ. കാരണം ഇപ്പോൾ നിലവിലുള്ള ഗവൺമെൻറ് ആണെങ്കിൽ നിയമന നിരോധനമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ക്ഷേമ പദ്ധതികളൊന്നും നടപ്പാക്കില്ല അവർ. കഴിഞ്ഞ ഉദാഹരണങ്ങളുണ്ട്. കാരണം ക്ഷേമ പെൻഷനൊക്കെ ഒരു കൊല്ലത്തിൽ മേലെ മുടങ്ങിക്കിടക്കുകയാണ്. പാവപ്പെട്ട വൃദ്ധരായ ആളുകൾ, രോഗികൾ, ഇതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഈ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾ, അവർക്കൊക്കെ ഈ മാസം ഈ ഒരു ഇൻകം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസ് വന്ന ഇതൊന്നും വെറുതെ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്. പിന്നെ കേരളം വലിയ കടക്കണിയിലാണ്. കടം മേടിക്കേണ്ട മാക്സിമം മേടിച്ചു. ഇനി ഒരു ഇഞ്ച് പോലും മുൻപോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കണി. വേറെ ഒരു ഇത് കൊണ്ടുവരുന്നില്ല, സംവിധാനം കൊണ്ടുവരുന്നില്ല. ഒരു വരുമാനം ആയി വരുന്ന തരത്തിലേക്ക് ഒരു സാധനവും കേരളത്തിലില്ല. ചൂണ്ടിക്കാണിക്കാൻ ഒരു വികസനവും ഇല്ല. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.